ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചവടയാണ്. സാധാരണ പരിപ്പ് വടയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഗ്രീൻ പീസ് കൊണ്ട് ഒരു വട ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടത് 4 മണിക്കൂർ കുതിർത്തി വെച്ച ഗ്രീൻ പീസ്, 3 വറ്റൽമുളക്, 2 പച്ചമുളക്, ഇഞ്ചി കൊത്തി എരിഞ്ഞത്, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കരിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും. പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, വറ്റൽമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അത് ആദ്യം മിക്സിയിലേക്കിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇനി ആദ്യം ഇത് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ഗ്രീൻ പീസ് ഇടുക. എന്നിട്ട് ചെറുതായി ഒന്ന് ഒതുക്കിയെടുക്കുക. നന്നായി അരയാൻ പാടില്ല. റെഡിയായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി കുഴച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ഇനി ഉരുട്ടി ബോളുകളാക്കി മെല്ലെ ഒരു സർക്കിൾ ഷേപ്പിലാക്കി റെഡിയാക്കാം. നമുക്ക് ഇതിനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ഏത് രൂപമാണോ ഇഷ്ടം ആ രൂപത്തിലേക്ക് നമുക്കിതിനെ മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിലാണ്. ഇതിനെ നമുക്ക് സ്ക്വയർ ആക്കി എടുക്കാം. ഇതിനെ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി മാറ്റാം. പല രൂപത്തിലായതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാവുന്നതാണ്. നമ്മുടെ പാൻ റെഡിയാക്കുക. അതിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് കോരിയെടുക്കാം. നല്ല മൊരിഞ്ഞ ഗ്രീൻ പീസിൻ്റെ വട തയ്യാറായിട്ടുണ്ട്. Okay, thank you. Hope all you guys enjoy this video. If you want to see more awesome videos like this, then make sure to smash that big like button right now and subscribe so you never miss out on any updates.